വയനാട്ടിലെ എൻ.എം. വിജയന്റെ മരണത്തിൽ വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസ്. അവര് നേതൃത്വത്തെ ഇപ്പോഴും ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഐ.സി. ബാലകൃഷ്ണനെയും ഒപ്പം തന്നെ എൻ.ഡി. അപ്പച്ചനെയും ഒക്കെ ഇത്രയധികം തെളിവുകളും ആക്ഷേപങ്ങളും പുറത്തു വന്നിട്ടും ന്യായീകരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അവരെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഇന്നലെ നമ്മൾ കണ്ടതാണ്, ടി സിദ്ദീഖ് വാർത്താ സമ്മേളനം നടത്തി ഏറ്റവും ധാർമ്മികതയുള്ള നേതാവാണ് ഐ.സി. ബാലകൃഷ്ണൻ എന്ന് മാധ്യമപ്രവർത്തകരുടെ മുൻപിൽ പച്ചയായി പറയുന്നത് നമ്മൾ കണ്ടതാണ്. അതേസമയം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ കൈരളി ന്യൂസ് പുറത്തുവിടുകയുണ്ടായത്. അതായത് ഈ ഐ.സി. ബാലകൃഷ്ണന് വേണ്ടിയിട്ട് 15 ലക്ഷം രൂപ ഒരാളുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ബെന്നി കൈനിക്കൽ വാങ്ങി എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇന്നലെ നമ്മൾ പുറത്തുവിട്ടത്. അനീഷ് ജേക്കബ് എന്ന് പറയുന്ന പരാതിക്കാരനാണ് ഇന്നലെ നമ്മളോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. 2 ലക്ഷം രൂപ തിരികെ കിട്ടി എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി. അങ്ങനെ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തലുകളും വാർത്തകളും ഇതുമായി ബന്ധപ്പെട്ട് കൈരളി ന്യൂസ് ഓരോ ദിവസവും പുറത്തുവിടുന്നുണ്ട്. ഇന്ന് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് വയനാട്ടിൽ വലിയ പ്രതിഷേധം അലയടിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് CPIM-ന്റെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ മാസ്റ്ററാണ് ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്യുക. അങ്ങനെ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് ഇനി എത്ര കാലം ഈ ഐ.സി. ബാലകൃഷ്ണനെയും എൻ.ഡി. അപ്പച്ചനെയും ന്യായീകരിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഈ രണ്ട് നേതാക്കളും വയനാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. അനൂപ് നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളുമായി. ഓരോ ചലനങ്ങളും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അനൂപാണ് പ്രേക്ഷകരുടെ മുൻപിലേക്ക് എന്നും എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അനൂപ്, ഗുഡ് മോർണിംഗ്. മനു, ഗുഡ് മോർണിംഗ്. അനൂപ്, ഇന്ന് CPIM-ന്റെ പ്രതിഷേധ സദസ്സാണ്. വലിയ പ്രതിഷേധങ്ങളിലേക്ക് വയനാട്ടിൽ കാര്യങ്ങൾ പോകുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. ഇന്നിപ്പോൾ പ്രതിഷേധ സദസ്സുണ്ട്. വരും ദിവസങ്ങളിൽ DYFIയുടെ രാപ്പകൽ സമരമടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതായത് കോൺഗ്രസ് നേതൃത്വത്തിന് ഇനി എത്ര നാൾ ഈ ഐ.സി. ബാലകൃഷ്ണനെയും എൻ.ഡി. അപ്പച്ചനെയും ഇങ്ങനെ സംരക്ഷിക്കാൻ കഴിയും എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിക്കപ്പെടുന്നത്. മനു, CPM നേതൃത്വത്തിലാണ് ഇന്ന് പ്രതിഷേധ സദസ്സ്. CPM വരുന്ന കുറെ ദിവസങ്ങളായി CPM വലിയ പ്രക്ഷോഭങ്ങളിലും സമരങ്ങളിലുമായാണ് ഐ.സി. ബാലകൃഷ്ണൻ MLA-യുടെ പങ്ക് വെളിച്ചത്താക്കുന്ന വിധത്തിൽ തെളിവുകളും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട രേഖകളും എല്ലാം പുറത്തു വന്ന സാഹചര്യത്തിൽ, വെളിപ്പെടുത്തലുകളും എല്ലാം പുറത്തു വന്ന സാഹചര്യത്തിൽ ആ വലിയ സമരങ്ങൾ CPM ഏറ്റെടുത്ത് ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ തുടർ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് ഇന്ന് ഈ പ്രതിഷേധ സദസ്സ് ബത്തേരിയിൽ നടക്കുന്നത്. ബത്തേരി സ്വതന്ത്രമായ ധാരയിൽ നടക്കുന്ന പ്രതിഷേധ സദസ്സ് M.V. ഗോവിന്ദൻ മാസ്റ്റർ CPM സംസ്ഥാന സെക്രട്ടറി എത്തി ഉദ്ഘാടനം ചെയ്യും. അതിനു മുൻപ് അദ്ദേഹത്തിന്റെ N.M. വിജയന്റെ വീട് സന്ദർശിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്കും ഇന്ന് സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ എത്തുകയാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും ആ വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് ശക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ലോക്കൽ കേന്ദ്രങ്ങളിലെല്ലാം ഐ.സി. ബാലകൃഷ്ണന്റെ കോലം കത്തിച്ചുകൊണ്ടുള്ള വലിയ പ്രകടനവും പ്രതിഷേധവും എല്ലാം നടന്നിരുന്നു. വയനാട്ടിൽ ബത്തേരിയിൽ ഇപ്പോൾ MLA ഇല്ലാത്ത ഒരു സാഹചര്യം നിലവിൽ തന്നെ നിലനിൽക്കുകയാണ്. അദ്ദേഹം മറ്റ് സ്ഥലങ്ങളിലാണ്, കർണാടകയിലാണെന്ന് പറയുന്നു. എന്നാൽ മണ്ഡലത്തിലില്ല, ഫോണിൽ ലഭ്യമല്ല. അതുപോലെ തന്നെ DCC പ്രസിഡന്റ് N.D. അപ്പച്ചനും ഈ മണ്ഡലത്തിലില്ല. 15-ാം തീയതി അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിന്മേൽ കോടതി, കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വാദം കേൾക്കുകയാണ്. കേസ് ഡയറി ഹാജരാക്കാൻ പോലീസിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. വിശദമായ വാദം കേൾക്കുന്ന ശേഷം മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി തീരുമാനം പറയും. ഏതായാലും അതുവരെ വയനാട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്നൊരു നിയമോപദേശത്തിന്റെ ഭാഗമായി കൂടിയാണ് അവർ വയനാട്ടിൽ നിൽക്കാത്തത്, വയനാട്ടിൽ എത്താത്തത്. അടുത്ത ദിവസങ്ങളിൽ വയനാട്ടിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷ. ഏതായാലും ആ വിധത്തിൽ വയനാട്ടിൽ നിന്ന് അവർ മാറി നിൽക്കുകയാണ്. ഇപ്പോൾ കോടതി അറസ്റ്റാണ് തടഞ്ഞിട്ടുള്ളതെങ്കിലും പോലീസിനെ ചോദ്യം ചെയ്യുകയും മറ്റും ചെയ്യാം, മറ്റു വിവരങ്ങൾ ശേഖരിക്കാം, മൊഴിയെടുക്കാം, ചോദ്യം ചെയ്യാം, ഒക്കെ ആ വിധത്തിൽ നടപടികളിലേക്ക് പോലീസിന് കടക്കാം. ഏതായാലും അത്തരത്തിലുള്ള ഒരു ഭയം കാരണമാണ് ഈ പ്രധാന നേതാക്കളെല്ലാം തന്നെ വയനാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യമുള്ളത്. MLA എന്ന നിലയിൽ മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ആ വിധത്തിലുള്ള ചർച്ചകൾക്കും ഇടയാക്കിയിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഏതായാലും അതെല്ലാം വലിയ പ്രതിഷേധങ്ങളായി രൂപപ്പെടുകയാണ്. MLA ഇല്ലാത്ത സ്ഥിതി, MLA ബന്ധപ്പെടാനാവാത്ത സ്ഥിതിയെല്ലാം വയനാട്ടിലുണ്ട് എന്നുള്ളത് ഏറെ ഗൗരവമായ ഒരു കാര്യവുമാണ്. ആ വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉന്നയിച്ചാണ് ഇന്ന് ഏതായാലും പ്രതിഷേധം നടക്കുന്നത്. ഇത് മാത്രമല്ല, മറ്റു പല വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങളെല്ലാം വയനാട്ടിൽ നടക്കുന്നുണ്ട്. 16-നും 17-നും രാപ്പകൽ സമരം DYFI ഏറ്റെടുത്ത് നടത്തുകയാണ്. സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഉൾപ്പെടെയുള്ളവർ സമരത്തിനായി വയനാട്ടിലെത്തും. ആ നിലയ്ക്ക് ആ വിധത്തിൽ വിവിധ പ്രക്ഷോഭങ്ങളും അനുബന്ധമായി നടക്കുന്നുണ്ട്. 28-ന് CPM നേതൃത്വത്തിൽ ബത്തേരിയിൽ മനുഷ്യച്ചങ്ങലയും
സംഘടിപ്പിച്ചിട്ടുണ്ട്. ബഹുജനങ്ങളെ ആകെ കൂട്ടി നിർത്തിക്കൊണ്ട് ഈ വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്താനാണ് CPM-ന്റെ തീരുമാനം, ആലോചന. ആ വിധത്തിൽ ഒരു ക്യാമ്പയിനായി ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടി CPM തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നു വരുന്നത്. ഒട്ടേറെ വെളിപ്പെടുത്തലുകൾ സമീപ ദിവസങ്ങളിൽ ഉൾപ്പെടെ നാം കണ്ടു. കഴിഞ്ഞ ദിവസം ഈ MLA ഓഫീസ് ഈ അഴിമതിയിൽ നേരിട്ട് ഇടപെട്ടു എന്നത് സൂചിപ്പിക്കുന്ന നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ കൂടി കൈരളി ന്യൂസ് പുറത്തുവിടുകയുണ്ടായി. അദ്ദേഹം അനീഷ് ജോസഫ് എന്നയാളാണ്. മുൻപ് വടക്കനാട് സ്വദേശിയായിരുന്നു. MLA-യുടെ സ്റ്റാഫിലുണ്ടായിരുന്ന MLA-യുടെ MLA 2015-14 കാലഘട്ടത്തിൽ 14-15 കാലഘട്ടത്തിൽ MLA-യുടെ ഓഫീസിലുണ്ടായിരുന്ന ബെന്നി കൈനിക്കൽ എന്ന സ്റ്റാഫ് വഴി പണമിടപാട് നടന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് അനീഷ് ജോസഫ് എന്നയാൾ വെളിപ്പെടുത്തിയത്. ഏതായാലും ആ പരാതി അട്ടിമറിക്കാനുള്ള നീക്കം പിന്നീട് ഉണ്ടാവുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. പണം തിരികെ നൽകാം, പരാതി നൽകരുത് എന്നുള്ള വാഗ്ദാനവുമായി അദ്ദേഹത്തെ നിരന്തരം ബെന്നി കൈനിക്കൽ ഉൾപ്പെടെയുള്ളവർ സ്വാധീനിക്കുകയും സമീപിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരം കൂടി ഏറ്റവും പുതുതായി അതോടൊപ്പം കൂട്ടിച്ചേർക്കുകയാണ്. ഏതായാലും ആ വിധത്തിൽ ഇത്തരത്തിലുള്ള പരാതികൾ അട്ടിമറിച്ചുകൊണ്ടുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നു. അതിന്റെ ഭാഗമാണ് ഈ പല സാമ്പത്തിക അഴിമതികളിലും KPCC സമിതി തന്നെ നേരിട്ടിടപെട്ട ബാധ്യത ഏറ്റെടുക്കുന്ന സാഹചര്യം എല്ലാം നാം കണ്ടതാണ്. ഏതായാലും അതിന്റെ തുടർച്ച അല്ല, പക്ഷേ അത്തരത്തിലൊരു ബാധ്യത ഏറ്റെടുത്തത് കൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുമോ അനൂപ്? ഈ ബാധ്യത ഏറ്റെടുത്തത് കൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുമോ? ഈ 2 ജീവനുകൾ പൊലിഞ്ഞതിന് ആര് മറുപടി പറയും? 2021 മുതൽ ഈ പരാതികൾ പല ഘട്ടങ്ങളിലായി നേതൃത്വത്തിന്റെ ശ്രദ്ധയിലുള്ളതാണല്ലോ. അന്നും ഒരു അന്വേഷണ കമ്മീഷനെ ഇതുപോലെ വച്ചതല്ലേ? അവരൊരു നടപടിയും സ്വീകരിക്കാത്തത് കൊണ്ടല്ലേ ഈ NM വിജയനും മകനെയും കൂട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? അതുകൊണ്ട് ഇപ്പോൾ ഈ ബാധ്യത ഏറ്റെടുക്കും എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം തീരുമോ? അതിനപ്പുറത്തേക്ക് വലിയ മാനങ്ങൾ ഈ വിഷയത്തിൽ വരുന്നില്ലേ? ഒരുപക്ഷെ കോടതിയുടെ നിലപാട് 15-ാം തീയതിക്ക് ശേഷം അറിഞ്ഞതിനനുസരിച്ച് അടുത്ത നടപടിയിലേക്കായിരിക്കുമോ അന്വേഷണ സംഘവും കടക്കുക നിയമപരമായി? അതെ, മറ്റു സൂചിപ്പിച്ചതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വിധത്തിലുള്ള ഒത്തുതീർപ്പുകൾ കൊണ്ടൊന്നും മറ്റു ഫലങ്ങൾ ഉണ്ടാവാൻ ഇടയില്ല. കാരണം അത്ര ഗൗരവകരമായ ഒരു പരാതിയായി ഈ വിഷയം നിലനിൽക്കുകയാണ്, അല്ലെങ്കിൽ തെളിവുകൾ നിൽക്കുകയാണ്, ആത്മഹത്യാക്കുറിപ്പ് നിൽക്കുകയാണ്. അതിൽ തന്നെ എല്ലാ കാര്യവും ഇപ്പോൾ NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ നാം കണ്ടതാണ്. വളരെ വിശദമായി അക്കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. MLA ഇടപെട്ട് മറ്റൊരു നിയമനം നൽകിയ സാഹചര്യം, തന്റെ മകനെ പിരിച്ചുവിട്ട് മറ്റൊരു നിയമനം നൽകി തന്നെ മാനസികമായി തളർത്തി എന്നതെല്ലാം സംബന്ധിച്ചുള്ളൊരു വിശദീകരണം എല്ലാം ആ കത്തിലുണ്ടായിരുന്നു. അത് സ്ഥിരീകരിക്കുന്ന ചില ശുപാർശ കത്തുകളും മറ്റും നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടതാണ്. ഇതെല്ലാം ശക്തമായ ആത്മഹത്യാ പ്രേരണ കേസ് ശക്തമായ തെളിവുകളായി വരും. അത് മാത്രമല്ല, മറ്റു തെളിവുകൾ കൂടി പോലീസിന്റെ കയ്യിലുണ്ട്. നാം സൂചിപ്പിച്ചതുപോലെ ഈ ആത്മഹത്യാ പ്രേരണ കേസിൽ ഈ ആത്മഹത്യാ കുറിപ്പ് മാത്രമല്ല പോലീസിന്റെ പക്കലുള്ള തെളിവ്. ഏറ്റവും നിർണായകമായ ചില ഫോൺ രേഖകൾ, സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം സംബന്ധിച്ചുള്ളൊരു വിശദമായ തെളിവ് പോലീസിന്റെ പക്കലുണ്ട്. അതിൽ പലതും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ കേസ് ഡയറി 15 പോലീസ് കോടതിയിൽ ഹാജരാക്കുമ്പോൾ, കോടതി പരിശോധിക്കുമ്പോൾ ആ വിധത്തിലുള്ള തെളിവുകൾ കൂടി കോടതിക്ക് പരിഗണിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഏതായാലും അതെല്ലാം വളരെ ഗൗരവകരമായ കാര്യമാണ്. IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഈ മരണത്തിൽ പങ്കാളികളായെന്ന് NM വിജയൻ തന്നെ എഴുതി വെച്ച ആളുകൾക്കെതിരെയുള്ള ശക്തമായ തെളിവുകളായി ഇതെല്ലാം മാറും എന്നുറപ്പാണ്. ഏതായാലും ഈ KPCC സമിതി വയനാട്ടിലെത്തി സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്തത് സംബന്ധിച്ച് ചില കാര്യങ്ങളെല്ലാം ഇനിയും പൂർത്തിയാക്കേണ്ട, കുടുംബം അത് സംബന്ധിച്ചുള്ള ബാങ്ക് വിശദാംശങ്ങളുടെ അതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം ശേഖരിച്ച് ഇപ്പോൾ KPCCക്ക് നൽകുകയും മറ്റും ചെയ്യുന്ന കാര്യമാണ് അവർ ചെയ്യുന്നത്. ഏതായാലും 2.5 കോടി രൂപയോളമുള്ള ബാധ്യത ഈ വിധത്തിൽ വിവിധ ബാങ്കുകളിലും മറ്റുമായി ഉണ്ട് എന്നുള്ളതാണ് ഇവർ സ്റ്റേറ്റ്മെന്റുകളെല്ലാം പരിശോധിച്ചുകൊണ്ട് പല പലിശ ഇടപാട് സ്ഥാപനങ്ങളിലും എന്നെല്ലാമുള്ള മറ്റ് രേഖകളെല്ലാം പരിശോധിച്ചുകൊണ്ട് കുടുംബം മനസ്സിലാക്കുന്നത് 2.5 കോടി രൂപയോളം ഉണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ബാധ്യത എന്നുള്ളതാണ്. ഏതായാലും വിശദാംശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ അവർ KPCCക്ക് സമർപ്പിക്കുകയാണ്. KPCC അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും എന്നാണ് അവർക്ക് നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനം. ഏതായാലും അതെല്ലാം കുടുംബം നോക്കി നിൽക്കുകയാണ്. അതൊരു ഭാഗത്ത്. എന്നാൽ ഇതിന്റെ നിയമപരമായ പ്രശ്നങ്ങൾ മറ്റൊരു ഭാഗത്ത്. പുതിയ വെളിപ്പെടുത്തലുകൾ, പുതിയ തെളിവുകളെല്ലാം പുറത്തു വരുന്നു. വിജിലൻസ് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ പ്രാഥമിക റിപ്പോർട്ട് ഡയറക്ടറേറ്റിൽ സമർപ്പിക്കാനിരിക്കുകയാണ്. വിജിലൻസ് നിർണായകമായ ചില മൊഴികൾ കേസുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ചില NGO അസോസിയേഷൻ നേതാക്കളുടെ സാലറി സർട്ടിഫിക്കറ്റ് ഈടുവെച്ച് വായ്പ എടുത്തിരുന്നു NM വിജയൻ എന്നത് സംബന്ധിച്ച് നേരത്തെ പുറത്തു വന്ന കാര്യമാണ്. അത് ഈ ആത്മഹത്യക്കുറിപ്പിലെല്ലാം ഉണ്ട്. അവരുടെ മൊഴി പോലീസ് വിജിലൻസ് കഴിഞ്ഞ ദിവസം ശേഖരിച്ചിരുന്നു. ആ മൊഴിയിൽ IC ബാലകൃഷ്ണനെതിരെ നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ നിർണായകമായ മൊഴികൾ ഉണ്ട് എന്നാണ് നമുക്ക് വിജിലൻസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും വിജിലൻസിന്റെയും പോലീസിന്റെയും എല്ലാം ഈ വിധത്തിലുള്ള അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ IC ബാലകൃഷ്ണൻ വലിയ നിയമക്കുരുക്കിലേക്ക് നീങ്ങുന്ന സാഹചര്യവും വ്യക്തമാണ്, അല്ലെങ്കിൽ ആ സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ഈ വിവരങ്ങളുടെയും എല്ലാം മറ്റും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും
വലിയ പ്രതിഷേധങ്ങൾ വയനാട്ടിൽ എൻ വിജയന്റെ മരണത്തെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങൾ ഉയരുകയാണ്. ഇന്ന് സംസ്ഥാന സെക്രട്ടറി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ സ്ഥലത്തെത്തി പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു. മറ്റൊരു കാര്യം, VD സതീശൻ ഇന്ന് ജില്ലയിലുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ഈ കുടുംബത്തെ സന്ദർശിക്കുമോ എന്നുള്ള കാര്യം നോക്കി കാണണം. ആദ്യഘട്ടത്തിൽ ഈ കുടുംബം ഈ ആത്മഹത്യാക്കുറിപ്പുമായി നേതാക്കൾക്ക് NM വിജയൻ എഴുതി വെച്ച ആത്മഹത്യാക്കുറിപ്പുമായി ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തോട് മോശമായി പെരുമാറി എന്നൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, VD സതീശൻ എന്ന് പറഞ്ഞത് കുടുംബം തന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അത് NM വിജയന്റെ മകൻ വിജേഷ് ആ ഘട്ടത്തിൽ വളരെ ശക്തമായ വൈകാരികമായി അദ്ദേഹത്തെ പ്രതികരിക്കുകയും മറ്റും ചെയ്തിരുന്നു. ഏതായാലും അത്തരം സാഹചര്യം നിലനിൽക്കെ VD സതീശന്റെ വീട്ടിലെത്തുമോ എന്നതുകൂടി നമുക്ക് നോക്കിക്കാണണം. ഏതായാലും ആ വിധത്തിലുള്ള ഒരു ദിവസമാണ് മനു. ഇന്ന് വലിയ സംഭവവികാസങ്ങൾ ഉണ്ടായേക്കാനിടയുള്ള ഒരു വാർത്താ ദിനം കൂടിയായിരിക്കും ഇത് സംബന്ധിച്ച് ഇന്ന് മനു. ശരി അനൂപ്, ഏതായാലും നോക്കാം. വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ പ്രതിഷേധങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് ഈ നേതാക്കളെ IC ബാലകൃഷ്ണനെയും ND അപ്പച്ചനെയും പൂർണ്ണമായും സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും വെളിപ്പെടുത്തലുകളും തെളിവുകളുമാണ് ഈ രണ്ടുപേർക്കുമെതിരെ ഈ NM വിജയന്റെ മരണത്തിലെ നിയമന കോഴയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അനൂപാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഈ വാർത്തയുടെ പുറകിൽ ഓരോ ദിവസവും അനൂപ് നിൽക്കുന്നുണ്ട് എന്നതാണ് അതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.